JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ജൂലൈ മാസം 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ, അതായത് മിഥുന മാസം 2 ആഴ്ച 21-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഈ കാലയളവിൽ മേടൻ രാശിക്കൂറുകാരായ അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം ഭാവത്തിൽ ജനിച്ചവരും മേടം ലഗ്നത്തിൽ ജനിച്ചവരുമായിട്ടുള്ള ആൾക്കാരുടെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ചാരവശാലുള്ള ഫലം പറയുമ്പോൾ അത് നിങ്ങളുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ദശാപഹാര കാലങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. മറിച്ച് ഓരോ ഗ്രഹങ്ങളുടെ കാര്യം പറയുമ്പോഴും അത് നിങ്ങളുടെ ജാതകത്തിൽ മോശമാണ്, ദശാപഹാര കാലങ്ങൾ മോശമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ദോഷഫലം ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഫലം പറയുമ്പോൾ നല്ല ഫലവും മോശം ഫലവും പറയേണ്ടതായിട്ട് വരും. നല്ലത് മാത്രം പറഞ്ഞു സൂചിപ്പിക്കുക എന്നത് അസ്ട്രോളജിയുടെ ഒരു ഭാഗമേ അല്ല. അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശാധിപൻ എന്ന് പറയുന്നത് മേടൻ രാശിക്കൂറുകാർക്ക് ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വ ഇടവൻ രാശിയിലാണ് ഈ സമയത്ത് നിൽക്കുന്നത്. മേടത്തിലും ഇടവത്തിലും മിഥുനത്തിലുമായിട്ട് നവാംശം ചെയ്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം ജന്മരാശി എന്ന് പറയുമ്പോൾ അഥവാ ലഗ്നം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെയും അവരവനെ തന്നെ ആണ് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത്. അതായത് 2-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 2-ാം ഭാവം എന്ന് പറയുന്നത് സാമ്പത്തികമായ കാര്യം, കുടുംബപരമായ കാര്യം, ധനപരമായ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയത്നവും ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് 2-ാം ഭാവത്തിൽ വരിക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ വിഷയത്തിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ ചൊവ്വ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബപരമായ വിഷയങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. കാരണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ധനപരമായ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ, ഇപ്പം ചൊവ്വ എന്ന് പറയുമ്പോൾ ഭൂമികാരകൻ കൂടിയാണ്. അപ്പോൾ സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ മറ്റു പ്രോപ്പർട്ടികൾ ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നുകൂടാഴികയില്ല. ഇടവൻ രാശിയിലെ ചൊവ്വ ആയതുകൊണ്ട് തന്നെ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലും ഈ അഭിപ്രായ വ്യത്യാസം വരാം. എന്ന് പറഞ്ഞാൽ സഹോദരികളുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഭാര്യമാരോ സ്ത്രീജനങ്ങളുമായിട്ടും ചിലപ്പോൾ സാമ്പത്തിക വിഷയത്തിലൊക്കെ ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 10-ാം തീയതി വരെ, ജൂലൈ 10-ാം തീയതി വരെ മേടൻ രാശിയിൽ ചൊവ്വ നവാംശം ചെയ്തു വരുന്നത് നല്ലതാണ്. കാരണം മേടൻ രാശി വരിക എന്ന് പറയുമ്പോൾ മേടത്തിൻ്റെ രാശി തന്നെയാണ്, രാശാധിപനാണല്ലോ. അതുകൊണ്ട് പിന്നീട് 14-ാം തീയതി വരെ ഇടവൻ രാശിയിലാണ് നവാംശം വരുന്നത്. ഇടവൻ രാശിയിൽ നവാംശം വരിക എന്ന് പറഞ്ഞാൽ ഇടവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇടവത്തിൽ തന്നെ അംശം ചെയ്യുമ്പോൾ വർഗോത്തമം എന്നൊക്കെ പറയും. പിന്നീട് 14-ന് ശേഷം വരുന്ന 17-ാം തീയതി വരെ 16-ാം തീയതി വരെ മിഥുനൻ രാശിയിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രാശിയിലായിട്ട് ചൊവ്വ നവാംശം ചെയ്ത് നിൽക്കുകയും ഇടവൻ രാശിയെ സ്ഥിരമായിട്ട് ഈ കാലയളവിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ 2-ാം ഭാവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 2-ാം ഭാവാധിപൻ ആരാണ്? ശുക്രനാണ്. ആ ശുക്രൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിൽ. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ, പെൺകുട്ടികൾ, അതുപോലെ അവരുടെ വിദ്യാഭ്യാസമോ വിവാഹകാര്യമോ കുടുംബപരമായ കാര്യങ്ങളോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. അവരുടെ ഭാവിയെ സംബന്ധിക്കുന്ന കാര്യം, ഒരുപക്ഷെ വിവാഹമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, പല കാര്യങ്ങളും വരാമല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ധനം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ചില ചിന്താഗതികളൊക്കെ വരാം. കാരണം കാശ് വേണമല്ലോ ഇപ്പോഴത്തെ കാലത്ത് പഠിപ്പിക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്ന ഭൂമികാരകൻ 2-ൽ നിൽക്കുമ്പോൾ കുടുംബപരമായ ഏതെങ്കിലുമൊക്കെ സ്വത്തുക്കളോ ഭൂമിയോ സ്വർണമോ എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് കുടുംബക്കാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ.
അപ്പം അങ്ങനെ വരുമ്പോഴും ചിലർ എല്ലാവരും അതിനങ്ങ് അനുകൂലിച്ച് സമ്മതം മൂളി എന്നൊന്നും വരില്ല എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ശുക്രനാണ്. ആ 7ാം ഭാവാധിപനാണ് 5ാം ഭാവത്തിൽ. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുന്നത് 1 പബ്ലിക്കാണ്, 2 മാർഗമാണ്, 3 വിവാഹം അല്ലെങ്കിൽ പങ്കാളിയാണ്. അപ്പോൾ ഇവരെ സംബന്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വത്തുക്കളോ അല്ലെങ്കിൽ സ്വർണമോ മറ്റേതെങ്കിലുമോ ഇത്തരം കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ശുക്രനാണ്. 2ൻ്റെയും 7ൻ്റെയും ആധിപത്യമുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു മംഗളകർമ്മം നടത്തേണ്ടതിൻ്റെ ആവശ്യം വരാം. വിവാഹ സംബന്ധമായ ആവശ്യത്തിനും കാശ് വേണം, സ്വർണം വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും 2ാം ഭാവത്തിലാണ്. 2ാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ കൊണ്ടുപോകണം എന്നറിയാത്ത ഒരവസ്ഥയാണ്. സാമ്പത്തികമായ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു കൺഫ്യൂഷനാണ് ഈ ചൊവ്വ വരുത്തുന്നത്. ജന്മരാശിയാധിപന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെ ശരിയാക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെ തലകൊഴിഞ്ഞ് ആലോചിക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അപ്പം കുട്ടികളുടെ കാര്യത്തിലായാലും പൊതുവായ ചില കാര്യത്തിലായാലും, അത് വിദ്യാഭ്യാസമായിക്കോട്ടെ വിവാഹമായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, വിഷമതകൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചൊക്കെ കാര്യമായി ആലോചിക്കേണ്ടി വരുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3ാം ഭാവത്തിൽ നിൽക്കുന്ന ആരാണ്? ആദിത്യനാണ്. അപ്പം 3ാം ഭാവം എന്ന് പറയുമ്പം സഹോദര സ്ഥാനമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ ധൈര്യം, വീര്യം, വിക്രമം, ദുർബുദ്ധി, ഇങ്ങനെ പലതും 3ാം ഭാവം എന്നതിനെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അപ്പം 3ാം ഭാവത്തിൽ 3, 6, 11 ഭാവത്തിലേക്ക് ആദിത്യം വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ചൊക്കെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം 3ൽ ആദിത്യൻ വരുന്നത് കൊണ്ട് സൂര്യൻ അത് ഭരണാധികാരിയെയും സൂചിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടുംബനാഥനെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴികൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്നതാണ്. പിന്നെ ആദിത്യനായതുകൊണ്ട് സർക്കാർ സംബന്ധമായ ഏതെങ്കിലും ഇപ്പോൾ ലോണോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അതോ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഈ 3ാം ഭാവത്തിലെ ആദിത്യൻ നൽകും. കാരണം അതൊരു പൊതുവായ കാര്യം. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒരു പക്ഷേ നമ്മളെ അടുത്ത ഒരു ബന്ധുവായി കണക്കാക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഇപ്പോൾ ജാമ്യത്തിലോ ഏതെങ്കിലും വ്യവസ്ഥയിലോ സർക്കാർ സംബന്ധമായ സർക്കാർ ജോലിക്കാരിലേക്ക് ജാമ്യം നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമല്ലോ. അല്ലെങ്കിൽ ചിട്ടിയൊക്കെ പിടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോൺ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ സാഹചര്യത്തിൽ ചില സഹായങ്ങളൊക്കെ ആദിത്യൻ 3ൽ നിൽക്കുമ്പോൾ ലഭിക്കും എന്നുള്ളതാണ് ഈ മാസത്തെ മിഥുന മാസത്തെ ഫലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ആരാണ്? വ്യാഴമാണ്. വ്യാഴം ഉച്ചരാശിയിലുമാണ്. വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 9ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെ ആധിപത്യം വ്യാഴത്തിന് വരും. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഗ്യമാണ്. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? 9 പിതാവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭാഗ്യത്തെ സംബന്ധിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. സന്താനങ്ങളെക്കുറിച്ചും ചിന്തിക്കാറുണ്ട് 9ാം ഭാവം കൊണ്ട്. 5ാം ഭാവമാണ് പ്രധാനമെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ ഭാഗ്യാവസ്ഥയ്ക്ക് വ്യാഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ 12ാം ഭാവത്തിൻ്റെ ആധിപത്യം വരിക എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും 12 എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ്, നഷ്ടസ്ഥാനം എന്ന് പറയും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയുണ്ട്, അതെല്ലാം കാര്യങ്ങൾ സാധിക്കാൻ പറ്റും, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അത് പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് ഈ 12ാം ഭാവാധിപത്യം കൂടി വ്യാഴത്തിന് വരുമ്പോഴുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ലാഭമോ കാര്യങ്ങളോ നടക്കണം എന്നില്ല എന്നാണ്. മറ്റൊന്ന് 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ 4ാം ഭാവം എന്ന് പറയുമ്പം വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ
മറ്റ് ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന്, ഇപ്പം വീട് പണി സംബന്ധിച്ച് കാര്യങ്ങൾ, വീട്ടിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണിയോ പുതിയ വീടോ അങ്ങനെ എന്തെങ്കിലും വീട്ടുപകരണങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും സാമ്പത്തികമായ പരാധീനത വരാം. അതാണ് ഈ 12ാം ഭാവത്തിൻ്റെ കൂടെ ആധിപത്യം. അധിക ചിലവ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് ആകേണ്ടി വരുന്ന സാഹചര്യം, അതൊക്കെയാണ്. എന്നാൽ 9ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ളതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വീട് ശരിയാക്കിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാഹനം. അപ്പോൾ വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ ആവശ്യത്തിന് വേണ്ടിയും സാമ്പത്തികമായ ബാധ്യത വരാം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നതിനെ സംബന്ധിച്ചാണ്. അത് 100% അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നടക്കും എന്ന് വിചാരിച്ചാൽ നടക്കാനുള്ള സാധ്യതയില്ല. കുറേയൊക്കെ കടം വരികയോ അല്ലെങ്കിൽ തിരിച്ചു മറിക്കേണ്ടതായിട്ട് വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. 5ാം ഭാവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രനുമുണ്ട്, കേതുവുമുണ്ട്. അപ്പം കേതുവും ശുക്രനും 5ാം ഭാവത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ മാനസികമായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അപ്പോൾ 5ാം ഭാവം മനസ്സുകൂടിയാണ്, ശുക്രനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന്, ഭാര്യയെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളവരെ സംബന്ധിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മക്കളെ സംബന്ധിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു സൂചന തരുന്നുണ്ട്. പിന്നെ വ്യാഴം അംശം ചെയ്ത് നിൽക്കുന്ന കന്നിയില്ല. കന്നിരാശിയിൽ അംശം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ 9ാം ഭാവാധിപനാണെങ്കിലും 6ാം ഭാവത്തിലാണ്. അപ്പം അതും അത്ര അനുകൂലമായ ഒരു സ്ഥിതിയിലല്ല വ്യാഴത്തിൻ്റെ ഒരു, കാരണം 9ൻ്റെ ആധിപത്യമുണ്ട്, 12ൻ്റെ ആധിപത്യമുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമായ ഇഷ്ടഭാവത്തിൽ ഇപ്പോൾ നല്ല ഒരു കാലത്തിലൂടെയാണ് പോകുന്നത് എങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എങ്ങനെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ദൈവാധീനമൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായി അത്ര വലിയ ഞെരുക്കൊന്നും തൽക്കാലം ഉണ്ടാകില്ല. അതെല്ലാം ഏതെങ്കിലും തരത്തിലൊക്കെ അങ്ങ് നടന്നു പോകും എന്നാണ്. പക്ഷെ അല്ലെങ്കിലോ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടി വരും. ആ പ്രശ്നത്തിൻ്റെ പേരിൽ, അതായത് സമ്പത്ത് കണ്ടെത്തി കാര്യങ്ങൾ നടത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ ചില കശവിശയോ അഭിപ്രായ വ്യത്യാസമോ മറ്റുള്ളവരുമായിട്ടൊക്കെ ചില നീരസങ്ങളോ ഒക്കെ ഉണ്ടാകാം എന്നതിൻ്റെ ഒരു സൂചനയാണ് തരുന്നത്. പിന്നീടുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ രാഹു 11ാം ഭാവത്തിൽ തൽക്കാലം നിൽക്കുന്നു. 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ രാഹു കേതു ബന്ധം ശുക്രന് വരിക എന്ന് പറയുമ്പോൾ അത് വിവാഹ സംബന്ധമായ കാര്യത്തിൽ വരാം, പങ്കാളിയുമായിട്ടുള്ള വിഷയത്തിൽ വരാം, സന്താനങ്ങളുമായി പെൺകുട്ടികളുടെ കാര്യത്തിലും ഒക്കെ വരാം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നു. ഒരു പക്ഷേ പ്രേമമായിക്കോട്ടെ, അല്ലെങ്കിൽ സെലക്റ്റീവ് മാരേജ് ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ നടക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൽ നിന്ന് ഒരു വ്യതിചലനം, ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ശനിയാണ്. ശനി 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 10ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെ ആധിപത്യം. 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയറാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെയാണല്ലോ 10 കർമ്മസ്ഥാനമാണ്. അപ്പോൾ 10ൻ്റെയും 11ൻ്റെയും ആഗമനം, അതായത് തൊഴിലിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണോ ഇങ്ങോട്ട് ലഭിക്കേണ്ടി വരുന്നത് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് 12ാം ഭാവത്തിൽ പോകുക എന്ന് പറഞ്ഞാലോ 10 രൂപ കിട്ടുമ്പോൾ അതിൽ കൂടുതൽ ചിലവാകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുന്നു എന്നതാണ്. അതാണ് ഈ 10ൻ്റെയും 11ൻ്റെയും ആധിപൻ 12ലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു കാര്യം. അവിടെ വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യം വരുന്നത് കൊണ്ട് അത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആകാം എന്നതിനെ സംബന്ധിച്ചും പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശുക്രനും രാഹുവും തമ്മിൽ ഒരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ അത് സാധാരണ ചിങ്ങരാശിയിലാണ്. അത് സാധാരണഗതിയിൽ പലപ്പോഴും സാമ്പത്തികം നഷ്ടപ്പെടുന്ന വഴിയിലൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞാൽ മദ്യം തന്നെ.
കാരണം മദ്യം തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ശുക്രൻ ജലരാശിയാണ്, ലിക്വിഡാണ്. അതുകൊണ്ട് ഞാൻ മദ്യം. പക്ഷേ അത് ചിങ്ങൻ രാശിയിൽ വരിക എന്ന് പറയുമ്പോഴും രാഹു ബന്ധം വരിക എന്ന് പറയുമ്പോഴും അത് തന്നെ ആയിരിക്കണമെന്നില്ല, വേറെ എന്ത് സാധനമായാലും മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ദുശീലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജാതകത്തിൽ ഈ ശുക്രൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ ഭാവയോഗം വരിക, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ശനിയോഗം വരിക, അല്ലെങ്കിൽ അത് മോശമായിട്ട് വരിക, ഇപ്പോഴത്തെ ഗ്രഹനില അനുസരിച്ച് ദശാപഹാരം അനുസരിച്ച് മോശമായ സമയം വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ ചില താളപ്പിഴകളുണ്ടാകാം. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ, ലഹരി ഉപയോഗങ്ങളൊക്കെ വരാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് സൂചിപ്പിക്കാൻ പറ്റും. അത് ജാതകം കൂടി ഒത്തു നോക്കിയിട്ട് വേണം ഉറപ്പിക്കുക. എങ്കിലും ഞാനീ പറയുന്നതെല്ലാം ഒരു പൊതുഫലമായിട്ടാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിക്കും, ഒരു പക്ഷേ കർക്കിടകത്തിലെ വ്യാഴം ഉച്ചത്തിലാണെന്നല്ലോ, 4-ാം ഭാവത്തിലാണെന്നല്ലോ, അപ്പം വലിയ മണിമാളിക വയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും നിങ്ങളുടെ സമയത്തിൻ്റെ ഇപ്പോഴത്തെ ദശാവഹാരത്തിൻ്റെ സ്ഥിതിയും കൂടി അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അനുഭവത്തിൽ വരത്തുള്ളൂ. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വ്യാഴം സാധാരണ ഒരു വർഷം കൊണ്ട് രാശി സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗത്തിലാണ്. അതിന് അതിചാരം എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു രാശി കടന്ന് വേറെ രാശിയിലേക്ക് പോവുക, പിന്നെ തിരിച്ചു വരിക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരുന്നതിന് ഇപ്പോൾ 2026 നവംബർ 1 മുതൽ തുലാം 15 വ്യാഴം ചിങ്ങത്തിലേക്ക് മാറും. തുലാം 15 വരെ എന്ന് പറയുമ്പോൾ അതായത് തുലാം 15 മുതൽ മകരം 10 വരെ, അതായത് നവംബർ 1 മുതൽ ജനുവരി 24 വരെ, അല്ലെങ്കിൽ ജനുവരി മാസം ഒന്ന് കൂട്ടിക്കും, 2027 ജനുവരി. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടുന്നു അങ്ങോട്ട് ചാടുന്നു, അങ്ങനെ ഹൈ സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ അതിന് അതിചാരം എന്നൊക്കെ പറയും. ഞാനിത് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കർക്കിടകത്തിലാണല്ലോ വ്യാഴം സഞ്ചരിക്കുന്നത്. കർക്കിടകത്തിലെ വ്യാഴം ഉച്ചത്തിലാണ്. കർക്കിടകം ജലരാശിയാണ്, സ്ത്രീരാശിയാണ്, ചന്ദ്രനാണ് അതിൻ്റെ ആധിപത്യം. അപ്പോൾ സ്ത്രീകൾക്കും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളും സ്ത്രീകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണല്ലോ വരുന്നത് കർക്കിടകം. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം വീട് അത് കഴിഞ്ഞാൽ പിന്നെ വാഹനം. അപ്പം വാഹനം പിന്നെ ചന്ദ്രൻ്റെ രാശി വ്യാഴം ഉച്ചത്തിൽ വരിക, 4-ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ വാഹന സംബന്ധമായ ഗുണം ഉണ്ടാകുക എന്നർത്ഥം. ഇപ്പം പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞാൽ KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് ഇപ്പം നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ അതിന് കുറേ കൂടി പ്രചാരങ്ങൾ ലഭിക്കുന്നു. കാരണം 4-ാം ഭാവത്തിലാണ്, കാലപുരുഷൻ്റെ 4-ാം ഭാവത്തിൽ വ്യാഴം വരുന്നു, ചന്ദ്രൻ്റെ രാശിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവിടെ ഈ നവംബർ 1 മുതൽ 2027 ജനുവരി അവസാനം വരെ ഇതൊന്ന് രാശി മാറും. രാശി മാറുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ വിഷയങ്ങൾ, ട്രാൻസ്പോർട്ടിങ്ങിനെ സംബന്ധിച്ച കാര്യങ്ങൾ, സർക്കാർ, ചിങ്ങരാശിയാണ്, സർക്കാരുമായിട്ടുള്ള വിഷയങ്ങൾ, ചർച്ച, ഇതെല്ലാം വരും. കാരണം കുട്ടികൾക്ക് വേണ്ട കൺസെഷനും അതുപോലെ തന്നെ അവരുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഇത് തമ്മിൽ ടാലിയാകാതെ വരുന്ന ചില കാര്യങ്ങളുണ്ട്, സ്വകാര്യ ബസ്സും ട്രാൻസ്പോർട്ടും തമ്മിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു ചർച്ചയായിട്ടും ഒരു മാറ്റത്തിനൊക്കെ ഉള്ള ഒരു സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം. ഞാൻ ഒരു ഉദാഹരണം പറയുന്നുള്ളേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കും എന്നല്ല, സാധ്യതകൾ മാത്രമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 5-ാം തീയതി മുതൽ ജൂലൈ 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള മിഥുന മാസത്തിൻ്റെ 2 ആഴ്ചത്തെ കാലം എടുക്കുമ്പോൾ ഇതിനകത്തിൽ ആദിത്യൻ അനുകൂലമാണ്, 3-ാം ഭാവത്തിൽ അനുകൂലമാണ്. അതുപോലെ ശുക്രനും അനുകൂലമാണ്. ശുക്രൻ അനുകൂലം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ജീവിത സൗകര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും. രാഹുവും അനുകൂലമാണ്. വ്യാഴം അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ, വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് ചിലവിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2-ലെ ചൊവ്വ എന്ന് പറയുമ്പോൾ സംസാര രീതിയിലും സഹകരണത്തിലുമൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരാം, ചില മുറിവുറപ്പൊക്കെ വരാം, മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാത്ത സാഹചര്യങ്ങളൊക്കെ വരാം, സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചിലപ്പോൾ പൊരുത്തപ്പെടാതെ വരാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊരു ഉറപ്പ് ലഭിക്കാതെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അങ്ങനെ ചെയ്യണോ, അത് പഠിക്കണോ ഇത് പഠിക്കണോ, അങ്ങനെയൊക്കെയുള്ള ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാകാനുള്ള
സാധ്യതകളെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഇടവൻ രാശിയിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ സ്ത്രീ രാശിയിലെ ചൊവ്വയാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ, ചൊവ്വ അനുകൂലമല്ലാത്തവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ചൊവ്വാഴ്ച ദിവസം ഒന്ന് പോവുക, ഇച്ചിരി ചുവന്ന് പൂവെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കുക, ഒരു രക്തപുഷ്പാഞ്ജലി നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിനൊക്കെ കുറേ അനുകൂലമായ എന്ന് പറഞ്ഞാൽ ദോഷത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ അനുകൂലം. പിന്നെ ശനി നേരത്തെ പറഞ്ഞ പോലെ 7 ശനിയുടെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നതാണ്. അപ്പം വ്യാഴം അനുകൂലമാണെങ്കിൽ വ്യാഴത്തിൻ്റെ ആ ദൃഷ്ടി കൊണ്ട് ശനിയുടെ ദോഷം നിങ്ങൾക്ക് കുറയാം, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകാം. മറിച്ച് ശനിയും വ്യാഴവും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ലെങ്കിൽ അതൊരു ചെറിയ പ്രശ്നമായിട്ടൊക്കെ വരാം. എന്ന് പറയുമ്പോൾ തൊഴിൽപരം 10ൻ്റെ 11ൻ്റെ ആധിപത്യം. അപ്പോൾ തൊഴിൽപരമായ വിഷയത്തിലൊക്കെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അതുകൊണ്ട് സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ വരാം, വരുമാനം കുറയാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശ്വരാധീനമൊക്കെ വിചാരിച്ച് വലിയ എടുത്തിയാട്ടമൊന്നും ഇല്ലാതെ ദൈവത്തെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഈ മാസവും നിങ്ങൾക്ക് സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ 1 മാസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനുള്ള ഒരു സന്ദർഭമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം.